ആരോഗ്യത്തോടെ ഇരിക്കാം. മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ്. ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ്, ഷൊർണൂർ. ചേലക്കര പഞ്ചായത്തിൽ പുറമ്പോക്കിലെ താമസക്കാരായ കുടുംബത്തെ കുടിയിറക്കാൻ ശ്രമിക്കുന്നതായി പരാതി. അർബുദ രോഗിയായ വീട്ടമ്മയെയും കുടുംബത്തെയും പഞ്ചായത്ത് അധികൃതർ കുടിയൊഴിപ്പിക്കുന്നു എന്ന് കളത്തിങ്കൽ ബീവാത്തുമ്മയും കുടുംബവും പറഞ്ഞു. ഞാൻ ഇരിക്കുന്ന വീട് 10-60 കൊല്ലായി ഞാൻ ഇരിക്കാൻ തുടങ്ങിയിട്ട്. ഞാനും എൻ്റെ മക്കളും 10-60 കൊല്ലായി ഇരിക്കാൻ തുടങ്ങിയിട്ട്. ഈ സ്വകാര്യ വ്യക്തി അവിടെ വന്നേ മുതൽ തൊട്ട് ഞങ്ങൾക്ക് സ്വൈരം പറയുന്നതില്ല. എവിടെ പോയാലും ഏത് കോടതിയിൽ പോയാലും ഞങ്ങൾക്ക് നീതി കിട്ടണില്ല. എത്ര രേഖയുണ്ടെങ്കിലും ആ രേഖയൊന്നും അവർ സ്വീകരിക്കണില്ല. എല്ലാ രേഖയുണ്ട്, ഞങ്ങൾക്ക് നീതി അടയ്ക്കുന്നുണ്ട്, കറണ്ട് ഉണ്ട്, പഞ്ചായത്ത് നമ്പറുണ്ട്, ഓണർ സർട്ടിഫിക്കറ്റ് ഉണ്ട്, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ട്, റേഷൻ കാർഡ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഇനി ഒന്നും ഇല്ലാത്തതില്ല ഞങ്ങൾക്ക്. ഇപ്പോൾ പഞ്ചായത്തിനെ കൂട്ടുപിടിച്ചിട്ട് ഞങ്ങളെ അവിടെ നിന്ന് ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ട് പഞ്ചായത്തും ഞങ്ങളെ അവിടെ ബുദ്ധിമുട്ടിക്കുകയാണ്. ഈ ഒരു സ്വകാര്യ വ്യക്തിക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ സ്ഥലം ഞങ്ങളെ പൊളിച്ച് അവിടെ നിന്ന് മാറ്റണം എന്ന് പറഞ്ഞിട്ടാണ് അവർ മനഃപൂർവ്വം വരുന്നത്. ചേലക്കര പുതംകുളത്തിന് സമീപം താമസിക്കുന്നവരാണ് ഇവർ. ക്യാൻസർ രോഗിയായ എന്നെയും മക്കളെയും കുടിയൊഴിപ്പിക്കാൻ ചേലക്കര പഞ്ചായത്ത് ഭരണസമിതി ശ്രമിക്കുന്നുവെന്നും ഇവർ ആരോപിച്ചു. കുടിയിറക്കുന്നതിനെതിരെ പോരാടുമെന്നും മക്കളായ സൈനുദ്ദീൻ, ജമീല, വാഹിദ എന്നിവർ പറഞ്ഞു. കള്ളരേഖകളാണ് ഉണ്ടാക്കുന്നത്. ഞങ്ങളുടെ വീട് ഓടി വെച്ച് കഴിഞ്ഞ് ഇയാൾക്ക് എന്തിനാണ് ഇയാൾ ഞങ്ങളുടെ പേര് പരാതി കൊടുക്കുക? അതുപോലെ പൊതുജനങ്ങളുടെ അറിവോ സമ്മതമോ ഇല്ലാതെ അവരുടെ പേരെഴുതി ചേർത്തിട്ട് അവരുടെ കളപ്പ് ഇടിപ്പിച്ചിട്ടാണ് ഇയാൾ കോടതിയിൽ തെറ്റായ രേഖകൾ വെച്ചിട്ടാണ് ഞങ്ങൾക്കെതിരെ കേസ് ഉണ്ടാക്കുന്നത്. അതിന് അയാൾ വിധി നേടുക. ഞങ്ങൾക്ക് എവിടെ പോയാലും നീതി കിട്ടുന്നില്ല. ഞങ്ങൾക്ക് നീതി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് പുറത്തു വന്നാലാണ് ഇയാളുടെ കഴിവ് മാത്രമല്ല, പണത്തിന്റെ രാഷ്ട്രീയ സമ്പന്നനായ ഒരു വ്യക്തിയുടെ ഉന്നത നേതാവിന്റെ പിൻബലം കൂടി ഇതിലുള്ള കാരണം കൊണ്ടാണ് ഞങ്ങൾക്ക് നീതി കിട്ടാത്തത്. ദേവസ്വത്തിന്റെ സ്ഥലമല്ലാത്ത സ്ഥലത്തിന് ഇവര് ദേവസ്വമാണ്, പുറമ്പോക്ക് ഭൂമിയാണ് രേഖയിൽ, വില്ലേജിലും മറ്റുള്ള രേഖകളിലൊക്കെ പുറമ്പോക്ക് ഭൂമി എന്നാണെങ്കിൽ കൂടി അത് ദേവസ്വമാക്കി മാറ്റിയിട്ട് അത് ദേവസ്വം വക ഭൂമിയാണ് പറഞ്ഞു. അവിടെ 10-12 ആൾക്കാർക്ക് ഈ സ്ഥലമുണ്ട്, ഈ ദേവസ്വത്തിൽപ്പെട്ട സ്ഥലം. പക്ഷെ അവർക്ക് ആർക്കും കേസില്ല. ഈ ബീവാത്തുമ്മയ്ക്ക് മാത്രമാണ് ഈ കേസ്. ഞങ്ങൾ മനഃപൂർവ്വം ഈ രാഷ്ട്രീയ നേതാവിന്റെ പിൻബലത്തിലാണ് ഞങ്ങളെ ഈ പുറമ്പോക്ക് ഭൂമി ദേവസ്വമാക്കി മാറ്റിയിട്ടും എല്ലാം കൊണ്ടും ഞങ്ങളതിനെ കേസിൽ ഉൾപ്പെടുത്തി ഞങ്ങളുടെ വീട് അവിടെ പോകണമെന്നും ഇവരുടെ ആവശ്യങ്ങൾക്ക് ഇയാളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, ഈ വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് ഇത് മുഴുവൻ ചെയ്യുന്നത്. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം. കണ്ടു തുടങ്ങുക.